ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേഷനാണ്. ഇന്നിപ്പോൾ ഫാമിലി വീക്കിലെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതിൽ ഇന്ന് ലൈവിൽ ഉണ്ണീലിൻ്റെ അമ്മ നിവിൻ, ലക്ഷ്മി ഇവരുടെ അമ്മമാരാണ് ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ ഫാമിലി വന്നതിൽ നിന്നും ഏകദേശം ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിന് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പുറത്തുള്ള ഒരു ഏകദേശ രൂപമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഫാമിലി വന്നപ്പോഴൊരു നല്ല വൈബായിരുന്നു. ഇന്നും അതേപോലെ തന്നെ, പ്രത്യേകിച്ച് ഒണീലിൻ്റെ അമ്മ എല്ലാവരോടും എന്തൊക്കെ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാതെ കൂടുതൽ വൈബായിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടോ. അവരുടെ ആംബിഷനായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത്. അവരെല്ലാ സീസണും എല്ലാ ഹിന്ദി, തമിഴ് എല്ലാം കാണുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അവർ പൊതുവെ കണ്ടസ്റ്റൻറ്റിനോട് പറയുന്നത് എൻ്റർടൈൻമെൻറ്റായിട്ട് എല്ലാവരും നന്നായി കളിക്കുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റായിട്ട് കളിക്കുക, ആക്റ്റീവായി കളിക്കുക എന്ന് പറയുന്നു. കപ്പടിക്കുന്നത് ഒരാളായിരിക്കും, ആ ആൾ ഡിസേർവ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായ മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന്. ലക്ഷ്മിയുടെ അമ്മ ആദ്യം തന്നെ സംസാരിക്കുന്ന പ്രശ്നത്തിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷിനോട് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒണീലുമായിട്ടുള്ള പ്രശ്നത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കി ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പം ലക്ഷ്മി സോറി പറഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സമാധാനം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. ഒരു നല്ല കാര്യം തന്നെയായിട്ട് ആ അമ്മ അങ്ങനെ പറയുമ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആദില നൂറേനോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും വീട്ടിൽ വരാം, ആദില അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലെങ്കിലും ഇരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് മൂടിയായതുപോലെ തോന്നി. എന്താ ഈ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു സംശയം എല്ലാവരിലുള്ളതായിട്ട് തോന്നി. പിന്നീട് ആദിലത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ആൻറ്റി അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുന്നിടത്ത് അത് അവിടെ തണുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, മോളെ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണെന്ന്. കാരണം ആ അമ്മയുടെ സംസാരിക്കുന്ന ടോണ് ഒരു ഹാർഡ് ആയിട്ടുള്ള ടോണാണ്. ഒരു ടീച്ചറാണ് അവർ. അപ്പോൾ അവരുടെ ആ ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ പ്രകൃതമുള്ളവരും ഉണ്ടല്ലോ, നമ്മൾ സംസാരിക്കുമ്പം ഒരു സീരിയസ് മോഡുള്ളവർ, അവർ അങ്ങനെയുള്ളവരും എല്ലാവരും ഞാനൊക്കെ അങ്ങനെ പെടുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് എനിക്കറിയാം അതെങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആ ആതിരയുടെ ആ ചോദ്യം, ആതിര ഓപ്പണായിട്ടെല്ലാം ചോദിക്കുന്ന ആ ചോദ്യം അവിടെ നല്ല റെലവൻ്റായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നീട് ആ അമ്മ നൂറയ്ക്കും ആദിലയ്ക്കും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അമ്മമാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. കാരണം ലക്ഷ്മിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അവൾ പുറമേക്ക് കാണിക്കാതിരിക്കുകയാണ്, അവൾ കുറേ അതുകൊണ്ട് തന്നെ എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. അമ്മമാർ വേണം ഒരു 18 വയസ്സ് വരെ മക്കൾക്ക്. ഇപ്പോഴത്തെ കുട്ടികൾ ജനറേഷൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളതാണ്, സത്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിനെ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു, പെട്ടെന്ന് അതിനെ മറക്കാൻ സാധിക്കുന്നു. നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല ഒരു കാര്യത്തിനുമെന്ന് അമ്പലങ്ങളുടെ കാര്യങ്ങൾ ഉദാഹരണ സഹിതമാണ് അമ്മ വ്യക്തമാക്കുന്നത്. അത് സത്യമാണ്. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ക്ഷമ വളരെ കുറവാണ്, പെട്ടെന്ന് എടുത്തു ചാടി ഓരോ കാര്യങ്ങളിലും ചെന്ന് പെടുന്നുണ്ട്. അതെല്ലാം പറയുന്നത് അവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് മക്കൾക്ക് എപ്പോഴും അമ്മമാർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അമ്മമാർ വഴക്ക് പറയുന്നത് മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലക്ഷ്മിയെ വഴക്ക് കുറേ പറഞ്ഞിരുന്നു എന്ന് ഒരു അമ്മയുടെ സൈഡിൽ നിന്ന് നൂറയ്ക്കും ആദിലയ്ക്കും മനസ്സിലാവാൻ വേണ്ടി ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ പലതും പറഞ്ഞു തരും, അതിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോവാതെ അമ്മമാർ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല ശാന്തമായി ആദിലയും നൂറയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് ഇവർ പുറത്തിറങ്ങിയാൽ പ്രതികരിക്കുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ഹാർട്ടിലേക്ക് എടുത്തത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് ശേഷം നമുക്ക് കാണേണ്ടി വരും. ലക്ഷ്മിയുടെ അമ്മ പോസിറ്റീവായിട്ടാണ്, സ്നേഹത്തോടെയാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കിക്കാണാം. നിവിൻ്റെ അമ്മയും സിസ്റ്ററുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിവിൻ്റെ സിസ്റ്റർ കുറച്ച് നിവിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. ഇങ്ങനെ തന്നെയാണ് വീട്ടിലും പുറത്തും എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. നല്ലൊരു പാവം നല്ലൊരു അമ്മ എല്ലാവരും അതെ പൊതുവേ നല്ല വൈബായിരുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള ഫാമിലി വന്നപ്പോൾ അവർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കണ്ടിട്ടുള്ളത്. ഇന്നങ്ങനെ ഫാമിലി വീക്ക് കഴിയുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടാകും. കാരണം ഏകദേശമൊക്കെ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, ആർക്കാണ് പുറത്ത്
ജനങ്ങളുടെ ഇത് ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇനി ഇവർ പുറത്തേക്ക് അടുത്ത സ്റ്റെപ്പ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് ഇത്ര നേരത്തെ ഫാമിലി വീക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി ഇവരുടെ കളികൾ മാറാൻ സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കിക്കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യൂ കേട്ടോ.